പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പകര. പ്രാക്ടിക്കൽ മാർഷൽസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ ആയോധനകല നമ്മൾ പഠിക്കുമ്പോൾ മുതൽ പ്രാക്ടീസ് ചെയ്ത് പ്രവൃത്തി പദത്തിൽ എത്തിക്കുന്നത് വരെയുള്ള ഒരു കാലഘട്ടമുണ്ട്. ഈ കാലഘട്ടത്തിൽ ചില ടെക്നിക്കൽ സൈഡുകൾ ജപ്പാനീസ് ആൾക്കാർ മാസ്റ്റേഴ്സൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മൾ ആദ്യം പഠിക്കുന്ന സമയത്ത് മഞ്ഞ് വീഴും പോലെ എന്ന് പറയും. മഞ്ഞ് വീഴും പോലെ നമ്മൾക്കറിയാം, ഇപ്പോൾ ഡിസംബർ സമയമാണ്. ഇപ്പോൾ ഓരോ തുള്ളി മഞ്ഞ് ഇങ്ങനെ ഇറ്റ് വീഴുന്ന പോലെയാണ് പഠിക്കേണ്ടത്, മഞ്ഞ് പെയ്യും പോലെ. രണ്ടാമത് പറയാറുണ്ട് ചാറ്റൽ മഴ പോലെ. ചാറ്റൽ മഴ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചെറിയ തോതിൽ മെല്ലെ മെല്ലെ നമുക്കൊരു സുഖമുള്ളതാണ്. ചാറ്റൽ മഴ പോലെ, പിന്നെ മഴ പോലെ, പിന്നെ ഇടിവെട്ടിയ മഴ പോലെ. ഇങ്ങനെയാണ് പ്രാക്ടീസിൻ്റെ ഒരു ലെവലെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം എന്തുകൊണ്ടാണ് മഞ്ഞ് പെയ്യും പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ശാന്തമായിട്ട് കൃത്യമായിട്ട് ബേസിക് പഠിച്ചിരിക്കണം. കൃത്യമായിട്ട് പഠിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞ് പെയ്യുന്ന പോലെ തുള്ളി തുള്ളിയായിട്ട് വീണ് പഠിക്കുന്നത്, പിന്നെ ചാറ്റൽ മഴ പോലെ 3-4 പ്രയോഗങ്ങൾ ഒരുമിച്ച് ചെയ്യാനായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞാൽ മഴ പോലെ, അത് നല്ല രീതിയിൽ ചെയ്യാൻ പഠിക്കുക. അതിനുശേഷം മാത്രമേ കഠിനതരമായ പ്രയോഗങ്ങൾ, അക്യുറസി, ഇതൊക്കെ ചെയ്തുകൊണ്ട് കൃത്യമായി ചെയ്യാൻ പറ്റും. അതാണ് ഇടിവെട്ടിയുള്ള മഴ പോലെ, കൊടുങ്കാറ്റ് പോലെ അവസാനം നമ്മൾ നീങ്ങണം. ഇതാണ് ഇതിൻ്റെ ഒരു ഫിലോസഫിയൊക്കെ വരിക. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മളതിനകത്ത് ഓരോ ഭാഗത്തും വേഗത കൂട്ടുക, പവർ കൂട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു നാടൻ പഠിച്ച ഒരാൾ, നാടൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കളരിപ്പയറ്റ് പഠിച്ച കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് അത് ഡെവലപ്പ് ചെയ്ത് അവനവൻ്റെ യുക്തിക്കും ബോധത്തിനും ഒക്കെ അനുസരിച്ച് നിർമ്മിച്ചെടുത്തവയാണ് പല നാടൻ പ്രയോഗങ്ങളും. കാരണം ഞാൻ നാടൻ ആശാന്മാരോട് ഒരുപാട് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ശാസ്ത്രീയമായി പഠിച്ചപ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്കറിയാൻ പറ്റും. കാരണം വെച്ചാൽ നമുക്ക് അപകടം ഉണ്ടാവാതെ അവരെങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം മഞ്ഞ് പോലെ മെല്ലെ വന്ന്, ചാറ്റൽ മഴ പോലെ വന്ന്, മഴ പോലെ വന്ന്, ഇടിവെട്ടിയ മഴ പോലെ വന്ന് കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ട് പോകുന്നതായിരിക്കണം ആയോധനകല. അതെങ്ങനെയെന്നാണ് നമ്മളിതിൽ വിശദീകരിക്കുന്നത്. നേരെ വീഡിയോയിലേക്ക്. ഇപ്പോൾ ഒരു അടി വരുന്ന സമയത്ത്, നമ്മൾ അടിയിലാണ് തുടങ്ങുന്നത് കേട്ടോ. അടി വരുന്ന സമയത്ത് ബ്ലോക്ക് ചെയ്യുന്നൊരു മെത്തേഡ്, അത് സാധാരണ രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്നതും നമ്മൾ പഠിച്ചിട്ട് ചെയ്യുന്നതായിട്ടുള്ള വ്യത്യാസമാണ് കാണിച്ചിരുന്നത്. വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്നു, ഒരാൾ അടിക്കുന്നു, നമ്മൾ തട്ടുന്നുണ്ടോ. ഇവിടെ നിയമങ്ങളൊന്നും ബാധകമല്ല. ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വളരെ ഇപ്പം നിൽക്കുന്നിടത്ത് ഞങ്ങൾ അനങ്ങുന്നില്ല, ശ്രദ്ധിക്കുക. ഈ ഇരിക്കുന്ന ആളുടെ കാല് കണ്ടോ, ഇങ്ങോട്ട് ഇങ്ങനൊരു ഇങ്ങനെ വളഞ്ഞിട്ട് കുറച്ചുകൂടെ ക്ലോസായിട്ട് വരിക. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും, ഈ കാലിൻ്റെ ടേണിങ് ഇങ്ങോട്ടായതുകൊണ്ട്, ഈ മുഖം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ, ഈ കാലിൻ്റെ വളവ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ചവിട്ടിയാൽ ഒടിയാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. പിടിയോ? അപ്പോൾ ഈ കാല് ഇവിടെ വെക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് തിരിച്ചായിരിക്കുന്നതുകൊണ്ട് ഒടിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കാല് എങ്ങോട്ട് വെക്കണം? നോർമലി ഇപ്പുറത്തോട്ട് തിരിച്ചു വെക്കണം. ഇപ്പം നോക്കിയാൽ നമുക്ക് ഒടിയാനുള്ള ചാൻസ് ഇല്ല. ഈ കാല് നിവർത്തി ഇങ്ങനെ നിന്ന് അടിച്ചതെങ്കിൽ നമ്മൾ ചവിട്ടിയപ്പോൾ ഓടിക്കാം. മറിച്ച് ഒടിയാതിരിക്കാൻ എന്ത് ചെയ്യണം? കാല് മടക്കി വെക്കണം. ഇതാണ് പ്രധാനമായിട്ടുള്ള രീതി. അപ്പോൾ കയറി നിൽക്കുന്ന നമ്മളും ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ, ഇവിടെ നിന്ന് ഞാൻ കാലെടുത്താലും അവിടെ നിന്ന് ഇങ്ങോട്ട് കാല് വന്നാലും ഒരുപോലെ തന്നെ അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കാല് വെക്കുന്നത് എങ്ങനെ ആയിരിക്കണം? അടി വരുന്ന സമയത്ത് നേരെ കയറി കാല് ഇങ്ങനെ വെക്കണം. ഇനി അഡ്വാൻസ് മൂവ് എന്ന് പറയും. അതാണ് നമ്മൾ പറയില്ലേ, ചാറ്റൽ മഴ പോലെ. ചാറ്റൽ മഴ പോലെ എന്ന് പറഞ്ഞാൽ, ഇയാളെ മറിക്കണമെങ്കിൽ ഞാൻ ഈ കാല് ഇവിടോട്ട് മാറ്റി വെക്കണം. വളരെ ക്ലോസ് ആയിട്ട് നോക്കുക. അതായത് ഇവിടെ വെക്കുന്ന കാല് ഇങ്ങോട്ട് മാറ്റി വെക്കണം. കാരണം മറിക്കണമെങ്കിൽ എൻ്റെ ഈ കാല് ഇതിനകത്തൂടെ കയറണം. ക്ലിയർ? ഈ കാല് കയറേണ്ട ഉള്ളതുകൊണ്ട് അടിക്കുന്ന തട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് മാറിയിട്ട് കൊടുത്താൽ ഇതിനകത്തൂടെ എൻ്റെ കാല് കൃത്യമായിട്ട് കയറുകയും ആളെ മറിച്ചിടുകയും പറ്റും. ക്ലിയർ? അപ്പോൾ അത് അഡ്വാൻസ് മൂവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ അടിച്ചു. അപ്പോൾ മറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടെ കയറി ചെയ്യണം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, അവിടുന്ന് ഒരു അടി വരികയാണെങ്കിൽ നമുക്കിവിടെ പ്രതിരോധിക്കാൻ പറ്റും. ക്ലിയർ? ഇവിടുന്ന് പെട്ടെന്ന് പ്രതിരോധിക്കാൻ നമുക്ക് കാണാൻ പറ്റും. ഇനി മറിച്ച് നമ്മളിവിടെ നിൽക്കുന്നു, അടിച്ചു, ഞാൻ ഇങ്ങനെ നിന്നാൽ തട്ടുന്ന കൂട്ടിക്ക് അടി വന്നാൽ നമുക്ക് തട്ടാനുള്ള സ്പേസ് കിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് തട്ടി മാറ്റണം എന്ന് പറയുന്ന ഇവിടെ കിട്ടിയോ? ഒന്നുകൂടെ നോക്കുക. തട്ടി മാറ്റണം. കണ്ടോ, നമ്മൾ കയറുമ്പോൾ എന്താ ആൾ വളഞ്ഞു നിൽക്കുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റും. കാലിൻ്റെ സ്റ്റാൻസ് കറക്റ്റ് അല്ല, ആദ്യ രീതിയിൽ മാറ്റലാണ് നമ്മുടെ പ്രധാന പരിപാടി. അതായത് ഉറച്ച ചുവടി നിൽക്കുന്ന ഒരാളെ നമ്മൾ കിക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം അതാണ്. അപ്പോൾ നമ്മൾ കയറണം എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ അഡ്വാൻസ് മൂവ് ചെയ്യുക. എങ്ങനെ? ഇവിടെ നിൽക്കുന്ന അടി വരുന്നു, അഡ്വാൻസ് മൂവ് ഉണ്ട്. അപ്പോൾ നമുക്ക് പെടുത്തിയിടാൻ പറ്റും. ക്ലിയർ? ഇനി മറിച്ച് നമുക്ക് ഈ ഭാഗത്താണ് അറ്റാക്ക് ചെയ്യാനുള്ളെങ്കിൽ, അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്ലോക്ക് ചെയ്യുക, ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് കൃത്യം നമുക്ക് സെൻറ്ററിലേക്ക് ചെയ്യാൻ കഴിയും. ക്ലിയർ? അതുപോലെ തന്നെ ഈ കാല് അഡ്വാൻസ് മൂവ് ഉണ്ടോ, നമുക്ക്
കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഗ്രോവിന് അറ്റാക്ക് ചെയ്യാൻ പറ്റും, നേരെ ഫേസിന് അറ്റാക്ക് ചെയ്യാൻ പറ്റും, ഇങ്ങനെ എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മൂവ് പ്രധാനപ്പെട്ട മൂവാണ്. അകത്തോട്ട് കയറണോ നമ്മൾ പുറത്തേക്ക് വെക്കണം, ഇതൊക്കെയാണ് ശരിക്കും നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചെയ്യുന്നത്. ഇനിയുള്ള പ്രത്യേകത വളരെ ശ്രദ്ധിക്കുക. അടി വരുന്നു, നമ്മൾ കയറി, അവിടുന്ന് അടി വരുന്നു. നോർമലി നമ്മൾ എന്ത് ചെയ്യും, ഈ കൈ കൊണ്ട് തട്ടും. അതല്ല ചെയ്യേണ്ടത്. നോക്ക്, അടി വരുന്നു, അവിടുന്ന് അടി വരുന്നുണ്ട്. ക്ലിയർ? ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അടി വരുമ്പോൾ നമ്മൾ ഇവിടെ തട്ടി, അത് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി ആളിൻ്റെ കൈ ഇങ്ങോട്ട് വരില്ല, കാരണം ബോഡി ലാംഗ്വേജ് തെന്നി. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എടുക്കാനായിട്ട് പറ്റും. ഇവിടെ ഈ കാല് ഇവിടെ നിൽക്കുന്ന നോക്കിയാൽ വളഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ കാല് ഞാൻ ഇങ്ങോട്ട് നീക്കി വെച്ചാൽ ആൾ നിലത്താണ്. ഇവിടെയൊക്കെ നമുക്ക് അറ്റാക്ക് ചെയ്യാനൊക്കെ പറ്റും. ക്ലിയർ? ഒന്നുകൂടി അടിച്ച് നമ്മൾ തട്ടി, അവിടെ അടി വരുന്നത് കണ്ടോ, ഇവിടെ അടി കൊടുത്തു. പിന്നെ ഈ കൈ നമുക്ക് എളുപ്പത്തിൽ എടുക്കാം. പിടി കിട്ടിയോ? ഇത്രയും അഡ്വാൻസ് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ പറയാറില്ലേ, ആദ്യത്തെ ഐസ് വീഴുന്ന പോലെ, ചാറ്റൽ മഴ പോലെ. ഇനി ഇത് മഴ പോലെ വരുന്ന എങ്ങനെയാണ് നോക്കുക. അതായത് അടി വരുന്നു, നമ്മൾ തട്ടി കണ്ടോ, ഇതാണ് മഴ പോലെ വരുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇവിടുന്ന് ഒരു അടി തട്ടി, അവിടെ നിന്ന് വരുമ്പോൾ ഇവിടുന്ന് കയറി തട്ടി കണ്ടോ, ഇവിടുന്ന് ഇടിച്ച് കണ്ടോ, ഇത്രയും വരുമ്പോഴത്തേക്ക് നമുക്ക് മഴ പോലെ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തത് നമ്മൾ പറയാറുണ്ട് ഇടി വെട്ടി മഴ പെയ്യുക എന്നാ പറയണത്. അതായത് നമ്മളിവിടെ നിൽക്കുന്നു, ആളുകൾ അറ്റാക്ക് ചെയ്യുന്നു, നേരെ പോയി. ഇതിനാണ് നമ്മൾ പറയണത് ഇടി വെട്ടി മഴ പെയ്യുക എന്ന് പറയുന്നത്. കിട്ടിയോ? ഇനി നമുക്ക് ഇതുമല്ല വേണ്ടത്, കൊടുങ്കാറ്റടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആള് എവിടെ മൂവ് ചെയ്യുന്നോ അതിന് മുന്നേ തന്നെ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് കഴിയണം. അതായത് ഇവിടെ നമ്മൾ നിൽക്കുന്നു, അടിക്കുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ ബ്ലോക്ക് ചെയ്യാനല്ല ചെയ്യുന്നത്. ആദ്യം തന്നെ പ്രയോഗമാണ് വരുന്നത്, പ്രയോഗത്തിന് ശേഷമാണ് തട്ടിയത് എന്ന് പറഞ്ഞാൽ അടിച്ച് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള പ്രയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് വരുന്നു, അടിച്ച് എന്താ അത്ര വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റണം. ഞാൻ ഈ സൈഡിൽ നിന്ന് ചെയ്ത് കാണിക്കാം. അപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ അടിച്ച് എന്താ ഇങ്ങനെയുള്ള സാധനങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുന്ന വലിയൊരു കൊടുങ്കാറ്റ് വരുന്നത്. അപ്പോൾ വരുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, ആളെ കയറി ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവണം. ഇങ്ങനെ കൂടെ നിങ്ങളുടെ പ്രാക്ടീസിലൊന്ന് ശ്രദ്ധിച്ചാൽ എങ്ങനെ ഉണ്ടാവും. പ്രയോഗങ്ങളുടെ വശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതൊരു ബേസിക് കൺസെപ്റ്റാണ്. ഇങ്ങനെ 100ഓളം കൺസെപ്റ്റുകൾ മാർഷൽ ആർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിന് ആയോധന കല എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ചുരുങ്ങാതെ കുറച്ചുകൂടെ വൈഡ് റേഞ്ചിൽ ലോകത്തെ കാണാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വന്നാൽ ഇതൊക്കെ വേറെ ലെവലിലേക്ക് നമ്മൾക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.